ഇതാവണം ഫാൻസ്, ഇതാണ് ഫാൻസ്. നമ്മൾ ഫാൻ ഫൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഒരേ സമയത്ത് രണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകൾ എത്തുമ്പം, അല്ലെങ്കിൽ വേണ്ട ഇപ്പം അങ്ങനെയും വേണ്ട, മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങിയാൽ മോഹൻലാലിൻ്റെ സിനിമ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തകർത്ത് ഫാൻ ഫൈറ്റും ഒക്കെ വെക്കുമ്പം പോലും ഇപ്പോൾ ഇതൊരു മാതൃകയാകുന്നത് തൃശ്ശൂരിലെ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസുമാണ്. മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ, മോഹൻലാൽ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ, ഇവർ ഒരുമിച്ച് മീറ്റിംഗ് കൂടി പേട്രിയോട്ട് മെയ് 1 റിലീസ് ചെയ്യുന്നു. ഇവർ ഒരുമിച്ച് തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിച്ചിരുന്ന പടം കാണും. ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. എനിക്കൊന്നു കേരളത്തിലെ ചിലപ്പം ഫാൻസായിട്ട് തമ്മിൽ ചിലപ്പം കമലഹാസൻ്റെ രജനീകാന്തിനെ നമ്മൾ കേട്ടില്ല, എന്തായാലും ചിലപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഇപ്പം തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. മെയ് 1 എന്തായാലും അതൊരു വലിയൊരു കാര്യമാണ് അല്ലേ. നമ്മൾ ഇപ്പോൾ 2020 ഇറങ്ങിയിട്ട് 18 വർഷമായി. 2020 ഇറങ്ങിയപ്പം അന്ന് മോഹൻലാൽ ഫാൻസ് ആദ്യത്തെ ഷോയൊക്കെ ബഹിഷ്കരിച്ചിരുന്നു. കാരണം മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ പോസ്റ്ററിൽ നടുക്കുള്ളതെന്ന് പറഞ്ഞു. അതെല്ലാം 18 വർഷത്തിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നു. അതിനകത്ത് നായകൻ ആരാണെന്നുള്ളതല്ല, ക്യാരക്ടേഴ്സിനെ ആയിരിക്കും അവർ നോക്കുന്നത്. അതിനകത്ത് നായകനാണ് ആരാണ്. മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാനല്ല പേട്രിയോട്ടിൻ്റെ നായകൻ മമ്മൂട്ടി പറയുന്നുണ്ട്. അതിനകത്തെ ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. മോഹൻലാലിൻ്റെ ക്യാരക്ടേഴ്സിന് പ്രത്യേകതയുള്ള ഗംഭീര ക്യാരക്ടറാണ്, മമ്മൂട്ടിയുടെയും പ്രത്യേകതയുള്ള ക്യാരക്ടറാണ്, ഗംഭീര ക്യാരക്ടറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്യാരക്ടർ ഇഷ്ടപ്പെട്ടാണ് അവർ രണ്ടുപേരും ചെയ്തതെന്ന് പറയുന്നത്. കേരളത്തിന് മാതൃകയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് രണ്ട് താരരാജാക്കന്മാരുടെ പോരാട്ടങ്ങളൊക്കെ ഒഴിവാക്കി നല്ല സൗഹൃദമായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന സിനിമ കാണുന്ന ആദ്യത്തെ സിനിമയായിരിക്കും പേട്രിയോട്ട്. അതെന്തായാലും തൃശ്ശൂരിൽ തുടക്കം കുറിച്ചു.